പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും ദൈവത്തിന് എഴുന്നേറ്റ് നിന്ന് സങ്കീർത്തനം 30, സാംസ് 30, സങ്കീർത്തനം 30 നമുക്ക് വാക്യം പ്രതിവാക്കി വായിക്കാം. അതിൻ്റെ 12ാമത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം ചെയ്യാം. സാംസ് 30 എല്ലാവരും എടുത്തൊന്ന് വിശ്വസിക്കുന്നു. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയിറ്റിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എന്നെ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ നിന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചുപോയി. ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഒടിപ്പിച്ചിരിക്കും. നമുക്ക് ചേർന്ന് വായിക്കാം. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടുന്നത് തന്നെ എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവിൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ദിവസങ്ങളിലിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഈ കർത്ത ദിവസത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യും. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ വിശുദ്ധ ആരാധനയിൽ കൂടി വന്നിരുന്ന കർത്താവിനെ ആരാധിപ്പാനും ദൈവസന്നിധിയിലായിരിക്കാനും ദൈവം നൽകുന്ന നല്ല അവസരത്തിനായി കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. എല്ലാ മാന്യ ദൈവ മക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അധികം മുഖവരകളൊന്നുമില്ലാതെ നമുക്ക് ഇന്ന് വായിച്ച സങ്കീർത്തനത്തോട് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നാം ഇന്ന് വായിച്ച സങ്കീർത്തനം 30-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ ടൈറ്റിൽ, ഈ തിരുവചനത്തിൽ നമ്മളെല്ലാം ബൈബിളിൽ എഴുതി വെച്ചിരുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് മരണത്തിൽ നിന്നും വിടുവച്ചിന് നന്ദി കരയറ്റുന്നു. താങ്ക്സ് ഗിവിങ് ഫോർ ഡെലിവറൻസ് ഫ്രം ഡെത്ത്. മരണത്തിൽ നിന്നും രക്ഷിച്ചതിന് നന്ദി കരയറ്റുന്നു. ഇനി ഇത് എഴുതാനുണ്ടായ ഒരു സാഹചര്യം ഒറ്റ വാക്കി ഞാൻ പറയാം. ഇത് അവിടെ തന്നെ നിങ്ങളുടെ ബൈബിളിലെല്ലാം മേളിൽ എഴുതിയിട്ടുണ്ട്. ഇതൊരു ഭവന പ്രതിഷ്ഠ ഗീതം എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഈ 30-ാം സങ്കീർത്തനം മൊത്തം നമ്മൾ വായിക്കും. ഇതിനകത്ത് ഭവന പ്രതിഷ്ഠയെ പറ്റിയോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇതിനകത്ത് കാണുവാൻ കഴിയുന്നില്ല. പക്ഷേ ഇത് ദാവീദിൻ്റെ ഭവനമോ കൊട്ടാരമോ ഒക്കെ പണിതപ്പോൾ അതിൻ്റെ പ്രതിഷ്ഠയുടെ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു സങ്കീർത്തനമെന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ എല്ലാം ബൈബിളിൽ ഇത് എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, ഒരു ഭവന പ്രതിഷ്ഠയ്ക്ക് പറയാനുള്ള സാക്ഷ്യവും ഭവന പ്രതിഷ്ഠയ്ക്ക് പറയാനുള്ള സ്തോത്ര പ്രാർത്ഥനയ്ക്ക് നമ്മൾ പറയുന്ന സാക്ഷ്യവും സാഹചര്യവും ഒക്കെ നമുക്കറിയാം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ദാവീദ് ഇവിടെ പറയുന്നു. അപ്പോൾ 1-ാം വാക്യം നമുക്ക് നമ്മുടെ സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ വേഗം ഞാൻ ഒരു സന്ദേശം നിങ്ങളോട് പറഞ്ഞ് പെട്ടെന്നിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1-ാമത്തെ വാക്യം, യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. ഈ 1-ാമത്തെ വാക്യം അവിടെ കൂടി വന്ന ജനത്തോട്, അല്ലെങ്കിൽ ആ ഒക്കേഷനിൽ ദാവീദ് പറയുക, യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ, എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ സ്തുതിക്കുന്നത്? നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു, നീയാണ് എന്നെ ഉയർത്തിയത്, നീയാണ് എന്നെ മാനിച്ചത്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? നിന്നെ പുകഴ്ത്തുന്നു. ഞാൻ ഉണ്ടാക്കിയ ഈ ഭവനം, ഞാൻ ഉണ്ടാക്കിയ ഈ കൊട്ടാരം, ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, ഇത് ദൈവം എനിക്ക് തന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഞാൻ നിന്നെ പുകഴ്ത്തുന്നു. ഇനി താഴോട്ട് വരുമ്പോൾ, ഇന്നത്തെ രാവിലെ പ്രസാദങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ ശത്രുക്കൾ, ദാവീദിന്റെ തകർച്ച കാണുവാൻ നോക്കിയിരുന്നപ്പോൾ അതിൻ്റെ നടുവിൽ ദാവീദിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ദൈവകരമുണ്ട്. ആ ദൈവകരത്താലാണ് ദാവീദ് ഇത്രയും ഉയർച്ചയിലോട്ട് എത്തുവാൻ കാരണമായതെന്ന് ദാവീദ് വിശ്വസിക്കുന്നു. താഴോട്ട് വരാം. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. ഈ 12 വാക്യമുള്ള ഈ സങ്കീർത്തനം മൊത്തം നമ്മൾ രണ്ടായിട്ട് വേണേൽ പഠിച്ചാൽ അതിനകത്ത് പറയുന്ന 2 കാലഘട്ടങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. 1, കഷ്ടതയുടെ നാളുകൾ. 2, കഷ്ടത്തിൽ നിന്ന് വിടുവിച്ച കാലഘട്ടം. രോഗത്താൽ ബന്ധിക്കപ്പെട്ട കാലഘട്ടം, രോഗത്തിൽ നിന്ന് സൗഖ്യം നേടിയ കാലഘട്ടം. മരണത്തിൻ്റെ താഴ്വരയിൽ പോയ കാലഘട്ടം, മരണത്തിൽ നിന്ന് ജീവനിലോട്ട് കൈ പിടിച്ചുയർത്തിയ കാലഘട്ടം. വിലാപത്തിൻ്റെ കാലഘട്ടം, വിലാപത്തെ നൃത്തമാക്കി തീർത്ത കാലഘട്ടം. രട്ട് ഉടുത്ത കാലഘട്ടം, എന്നാൽ രട്ടഴിച്ച് സന്തോഷം ഉടിപ്പിച്ച ഒരു കാലഘട്ടം. ഇങ്ങനെ ദാവീദിൻ്റെ ജീവിതത്തെ 2 കാലഘട്ടങ്ങളായി ദാവീദ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം അതിൻ്റെ 2-ാം വാക്യത്തിൽ പറയാം, യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. ഒരു രോഗത്തിൻ്റെ അവസ്ഥയിൽ കഷ്ടതയിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടത്തിൽ ദാവീദ് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അതിൻ്റെ നടുവിൽ ദാവീദിനെ ദൈവം എന്ത് ചെയ്തു? സൗഖ്യമാക്കി. ഇനി താഴോട്ട് വരുമ്പോൾ അവിടെ പറയുന്നു, എൻ്റെ പ്രാണനെ നീ എന്ത് ചെയ്തു? പാതാളത്തിൽ നിന്ന്
കരയേറ്റിയിരിക്കുന്നു, ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോ നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. ദാവീദിന്റെ ഉറപ്പ. പലവട്ടം ദാവീദ് മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ, ദാവീദിനെതിരെ ശത്രുക്കൾ ആഞ്ഞടിച്ചപ്പോൾ, ദാവീദിനെ കൊല്ലുവാൻ പുറകെ ആളുകൾ വന്നപ്പോൾ, അതിൻ്റെ നടുവിൽ ദാവീദ്, കർത്താവേ, എന്നെ അതിൽ നിന്ന് രക്ഷിച്ചത് എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, ഞാൻ കുഴിയിൽ ഇറങ്ങി പോകാതിരുന്നതിൻ്റെ കാരണം കർത്താവേ, നിന്റെ കൈ പാതാളത്തിൽ നിന്ന് എന്നെ കരകയറ്റി ഇവിടെ കൊണ്ട് നിർത്തിയതിനാണ് ഞാൻ ഇന്നും കുഴിയിൽ ഇറങ്ങി പോകാതിരിക്കുന്നത്. ഇതെവിടെയാ പറയുന്നതെന്നറിയാവോ? തനിക്കൊരു ഭവനം പണിതപ്പോൾ അതോടെ വന്ന് കൂടി വന്ന ജനത്തോട് പറയുക, ഞാൻ രോഗത്താൽ ബാധിക്കപ്പെടേണ്ടവനായിരുന്നു, എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എന്നെ സൗഖ്യമാക്കി. ഞാൻ മരിച്ചു പോകേണ്ടവനായിരുന്നു, എന്നാൽ ആ കുഴിയിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു? എന്നെ കരകയറ്റി. ഇനി അവിടെ കൂടുന്ന യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവിൻ. അവന് വിശുദ്ധ അവിടെ വന്ന എല്ലാവരോടും പറയുക, എന്നെ എത്രയും വിടുവിച്ചു, എന്നുകൂടെ കൂടെ ചേർന്ന് നിങ്ങളും എന്ത് ചെയ്യണം? യഹോവയെ മഹത്വപ്പെടുത്തണം എന്ന് പറയുന്നു. ഇനി നമ്മൾ ഇത്രയും പറഞ്ഞു, കഷ്ടതയുടെ നാളുകൾ ദൈവം വിടുവിച്ച്. ഇനി ഇതിൻ്റെ ഒരു മറുവശം നമുക്കിതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 5-ാം വാക്യം, അവൻ്റെ കോപം ക്ഷണനേരത്തേക്കുള്ള, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ള. ഇത് പറയുവാൻ ദാവീദിനൊരു കാരണമുണ്ട്. എന്താണ് ആ കാരണം? അതിൻ്റെ 6-ാം വാക്യം, ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല എന്ന് ഞാൻ എൻ്റെ സുഖകാലത്ത് എന്ത് ചെയ്തു? പറഞ്ഞു. ദാവീദിനൊരു സുഖകാലം ഉണ്ടായിരുന്നു. എല്ലാം നേടി, കഷ്ടതയും എല്ലാത്തിൽ നിന്ന് മാറി ഒരു നല്ല പൊസിഷനിലെത്തി, എല്ലാമായി എന്ന് തോന്നുന്നൊരു കാലഘട്ടം ദാവീദിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ദാവീദ് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യത്തില്ല? കുലുങ്ങിപ്പോകത്തില്ല. എപ്പോഴാണ് പറഞ്ഞേ? എൻ്റെ സുഖകാലത്ത്. അത്യാവശ്യം ബാങ്ക് ഡിപ്പോസിറ്റും, അത്യാവശ്യം താമസിക്കാൻ നല്ല ഭവനവും, നല്ല വാഹനങ്ങളും, മക്കളെല്ലാം സെറ്റിലായി, എല്ലാം ആയപ്പോൾ അറിയാതൊരു ചിന്ത ഉള്ളിൽ കയറി, ഇനി ഞാൻ എന്ത് ചെയ്യത്തില്ല, ഇനി ഒരു തകർച്ച, അല്ലെങ്കിൽ എല്ലാമായി എന്ന് തോന്നുന്നു, ഇനി ഞാൻ തകർന്നു പോകത്തില്ല എന്ന് പറയാൻ വരട്ടെ. അതിൻ്റെ താഴെ പറയുക, യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എന്നെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കിയത് ദൈവത്തിൻ്റെ പ്രസാദമാണ്. ഇനി അതിൻ്റെ താഴോട്ട് വരുമ്പോൾ, നീ നിന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചുപോയി. ഇതുകൊണ്ടാണ് അദ്ദേഹം മേളി പറഞ്ഞത്, അവൻ്റെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ. ഇന്ന് രാവിലെ നമ്മൾ ബാലാമിൻ്റെ കാര്യമൊക്കെ കേട്ടു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കോപം അവൻ്റെ മേൽ വന്നപ്പോൾ, ദൈവത്തിൻ്റെ കോപം ദൈവത്തിന് വിരുദ്ധമായി നിന്നപ്പോൾ, ദൈവത്തിന് പ്രസാദം ഉണ്ടാകാത്ത കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ കോപം അവർക്ക് നേരെ ജ്വലിച്ചു. ഇവിടെ ഞാൻ സ്വന്തം കാലം നിൽക്കുവാണ്, എനിക്കുള്ളതെല്ലാമായി, ഇനി ഞാൻ തകർന്നു പോകത്തില്ല എന്നൊരു ചിന്ത ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ദൈവം ദാവീദിന് നേരെ എന്ത് ചെയ്തു? കോപിച്ചു എന്ന തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിന് നടുവിൽ ദാവീദ് പറയാണ്, ഞാൻ നിന്നതല്ല, ദൈവമേ, നിന്റെ പ്രസാദമാണ് എന്നെ ഉറച്ചു നിൽക്കുമാറാക്കിയത്. ദൈവത്തിൻ്റെ കോപത്താൽ തകർന്നു പോകേണ്ട സ്ഥാനത്ത് ദാവീദ് മടങ്ങി വന്നപ്പോൾ ദൈവത്തിൻ്റെ പ്രസാദത്താൽ ദൈവം അദ്ദേഹത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. ഇനി താഴോട്ട് വരുമ്പോൾ വേഗം പോകുന്നു. യഹോവേ, കേൾക്കണമേ, എന്നോട് കരുണ ഉണ്ടായിരിക്കണമേ, യഹോവേ എൻ്റെ രക്ഷകനായിരിക്കണമേ. ദാവീദിന്റെ ഉറപ്പാ, കർത്താവേ, എന്നെ രക്ഷിക്കാൻ എൻ്റെ പുറകെ കുറേ ആളുകൾ വന്നു, ശത്രുക്കൾ വന്നു, അവിടെ എല്ലാം എന്നെ രക്ഷിച്ചത് യഹോവേ അങ്ങയുടെ കരമാണ്, ഇനിയും അങ്ങ് എൻ്റെ രക്ഷകനായിരിക്കണമേ. ഏറ്റവും ലാസ്റ്റത്തെ 2 വാക്യം, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഒടിപ്പിച്ചിരിക്കുന്നു. അവിടെയും 2 കാലഘട്ടം, വിലാപത്തിൻ്റെ കാലഘട്ടം, നൃത്തത്തിൻ്റെ കാലഘട്ടം. രട്ട് ഉടുത്ത് നിന്ന ഒരു കാലഘട്ടം തൻ്റെ ജീവിതത്തിൽ. അവിടെ രട്ട് ഉടിപ്പിച്ചത് ആരാന്ന് അവിടെ പറയുന്നില്ല. ഒരു പക്ഷേ ഭാര്യ ആയിരിക്കാം, മകനായിരിക്കാം, ശൗലായിരിക്കാം, തൻ്റെ പുറകെ വന്ന ആളുകൾ ആരോ, അവരൊക്കെ ആയിരിക്കട്ടെ. പക്ഷേ രട്ട് ഉടിപ്പിച്ചത് ആരാന്ന് പറയുന്നില്ല. പക്ഷേ രട്ട് അഴിച്ചത് അവിടെ പറയുന്നു, യഹോവേ, നീ എൻ്റെ രട്ട് അഴിച്ചു. ഒരു പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും നമ്മെ കുറ്റപ്പെടുത്തുവാനും നമ്മെ രട്ടുടിപ്പിക്കാനും ഒക്കെ ഒരുപാട് പേര് കാണും. അത് നമ്മുടെ മാറ്റർ അല്ല. നമ്മുടെ മാറ്റർ ആ ശത്രു ഉടിപ്പിച്ച രട്ടിനെ അഴിക്കുവാൻ കഴിവുള്ള പ്രാപ്തനായ ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽ നാം വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ഈ 30-ാം എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കണം. ഈ 30-ാം സങ്കീർത്തനം ചെറിയ വാക്ക് നിങ്ങളോട് പറയുകയാണെങ്കിൽ, പ്രിയ ദൈവങ്ങളെ, എല്ലാവരുടെയും ജീവിതത്തിൽ കഷ്ടതയുടെ വരുന്ന ആളുകളുണ്ട്. എന്നാൽ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, കഷ്ടതയുടെ നാളുകൾ കൊണ്ട് ഒടുങ്ങി പോകേണ്ടവരല്ല നമ്മൾ. നമ്മൾക്ക് ഒരു സന്തോഷത്തിൻ്റെ നാളുകൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൽ നമ്മൾ ക്രമീകരിക്കേണ്ട മേഖലകൾ, നാം ആയിരിക്കേണ്ട കാലഘട്ടത്തിൽ, നമ്മുടെ സുഖകാലത്ത് ഒരിക്കലും നമ്മൾ പറയരുത്, ഇനി ഞാൻ തകർന്നു പോകത്തില്ല, ഇനി ഞാൻ ലജ്ജിച്ചു പോകത്തില്ല എന്ന് പറയരുത്. ദൈവത്തിൻ്റെ കോപം വലിച്ചു വെക്കരുത്. എന്നാൽ ആ കഷ്ടതയുടെ നാളുകളിൽ ദൈവം നമ്മെ സന്തോഷത്തിൻ്റെ നാളോട് നയിക്കുവാൻ നമ്മുടെ ദൈവം പ്രാപ്തനാണ്. ഏറ്റവും അവസാനത്തെ വാക്യം, ഇതെല്ലാം പറഞ്ഞു
ദൈവം എന്നെ വിടുവിച്ചു, ദൈവം എന്നെ സൗഖ്യമാക്കി, കർത്താവ് എനിക്ക് എൻ്റെ രട്ടഴിച്ചു, എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു. ഞാൻ കഷ്ടത നടുവിൽ പോയി, എന്നെ മൃഗങ്ങൾ ആക്രമിക്കാൻ വന്നു, ഇവിടെ എല്ലാം ഞാൻ നടന്നപ്പോൾ ഇവിടെ എല്ലാം ദൈവം എന്നെ വിടുവിച്ചതിൻ്റെ ഒറ്റ കാരണമുള്ളൂ. എന്താണെന്നറിയാവോ? നാം മൗനമായിരിക്കാതെ കർത്താവിന് സ്തുതി പാടേണ്ടത് തന്നെ. ഇന്ന് പകൽ പ്രസാദങ്ങൾ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, ഇതൊരു ക്ലാസ് റൂമിൽ വന്ന് ഇരുന്നിട്ട് പോകാനുള്ള സെറ്റപ്പ് അല്ല ദൈവ ആരാധനയും ദൈവത്തിൻ്റെ മഹത്വവും. ഹല്ലേലൂയ, ഇവിടെ കൂടി വന്നിരിക്കുന്ന നാം മൗനമായിരിക്കാതെ ദൈവം നമുക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത്, കർത്താവ് നമ്മളെ കഴിഞ്ഞ കാലങ്ങളിൽ വിടുവിച്ചതോർത്ത്, നാം രോഗക്കിടക്കയിൽ കിടന്നപ്പോൾ നാം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നമ്മെ സൗഖ്യമാക്കിയതോർത്ത്, മരണത്തെ മുന്നിൽ കണ്ട് പലപ്പോഴും പതറിപ്പോയപ്പോൾ അതിന് നടുവിൽ മരണത്തിൽ നിന്ന് ദൈവം നമുക്ക് നീക്കുപോക്കുകൾ തന്ന് നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർത്തത്, ഇതെല്ലാം ചെയ്തത് ഇന്ന് പകൽ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുമ്പോൾ നാം മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തുതി പാടേണ്ടത് തന്നെയെന്ന് സങ്കീർത്തനക്കാരെ ഇന്ന് പകൽ നമ്മളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ 30-ാം സങ്കീർത്തനം വളരെ ചെറിയൊരു സങ്കീർത്തനം. അദ്ദേഹത്തിൻ്റെ ഭവന പ്രതിഷ്ഠയുടെ സമയത്ത് കൂടി വന്ന ആളോട് പറയുവാണ്, ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ജീവിതം, ഇത്രയൊക്കെ ദൈവം എന്നെ നടത്തി, എന്നെ ശത്രുക്കൾ ആക്രമിച്ചു, ഞാൻ കഷ്ടത നടുവിൽ പോയി, എന്നാൽ കൂടി വന്ന് നിങ്ങളെല്ലാവരും എന്നോട് ചേർന്ന് മഹത്വപ്പെടുത്തുവിൻ, കാരണം ദൈവത്തിൻ്റെ പ്രസാദം എൻ്റെ മേൽ വീണിരിക്കുന്നു. അതുകൊണ്ട് ദൈവം എന്നെ ഇതെല്ലാം ചെയ്തത് ഞാൻ മൗനമായിരിക്കാതെ കർത്താവിന് സ്തുതി പാടുന്നത് തന്നെ. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, നമുക്ക് ലഭിക്കുന്ന ആയുസ്, മൗനമായിരിക്കാതെ എപ്പോഴും കർത്താവിനെ സ്തുതിപ്പാനും ദൈവത്തെ നാമത്തെ ഉയർത്തുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കും, അനുഗ്രഹിക്കും ചെയ്യുമാറാകട്ടെ. താങ്ക് യു ജോ.